വ്യാഴം എന്ന ഗ്രഹം സൂര്യന് ചുറ്റും ഒരു പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കാൻ കൃത്യം 12 വർഷമെടുക്കുമെന്ന് പുരാതന ഇന്ത്യക്കാർക്ക് എങ്ങനെ അറിയാം? അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഹിന്ദുമതത്തിൽ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള എന്നൊരു മഹത്തായ ഉത്സവമുണ്ടായിരുന്നു. അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഈ സംഭവത്തിൻ്റെ സമയം വ്യാഴം സൂര്യനും ചന്ദ്രനും ചേർന്ന് ഒരു പ്രത്യേക രാശിയിൽ പ്രവേശിക്കുമ്പോഴുള്ള ചലനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സൂര്യസിദ്ധാന്തം, ഋഗ്വേദം തുടങ്ങിയ പുരാതന ഇന്ത്യൻ ഗ്രന്ഥങ്ങളിൽ ഗണിതശാസ്ത്രപരമായ കൃത്യതയോടെ ഗ്രഹങ്ങളുടെ ചലനത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ജ്യോതിശാസ്ത്രത്തിൽ വ്യാഴം എന്ന ഗ്രഹം എല്ലാ ദേവന്മാരുടെയും ഈശ്വരനായ മഹാവിഷ്ണുവിനെ സൂചിപ്പിക്കുന്നു. പക്ഷേ അത് കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതായി മാറുകയാണ്. ശക്തമായ ദൂരദർശിനികൾ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് വ്യാഴത്തിൻ്റെ 12 വർഷത്തെ ഭ്രമണപഥം ആധുനിക ശാസ്ത്രം കണ്ടെത്തിയത്. പിന്നെ എങ്ങനെയാണ് പുരാതന ഋഷിമാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രീയ ഉപകരണങ്ങളില്ലാതെ ഇത് രേഖപ്പെടുത്തിയത്? നമ്മുടെ പൂർവികർ നമ്മളെക്കാൾ വളരെയധികം പുരോഗമിച്ചിരിക്കാൻ സാധ്യതയുണ്ടോ?